12 ലക്ഷം വരെ നികുതി ഇല്ല എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഈ 0 to 4 നിൽ, അതേപോലെ തന്നെ 4 ലക്ഷം മുതൽ 8 ലക്ഷം വരെ 5%, 8 ലക്ഷം മുതൽ 12 ലക്ഷം വരെ 10% എന്ന് പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ നികുതി കൊടുക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചു. ഒന്നാമത്തെ കാര്യം, ഇത് ബാധകമാകുന്നത് പുതിയ നികുതി സംവിധാനത്തിലേക്ക് മാറുന്നവർക്ക് മാത്രമാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഉദാഹരണമായി ശ്രീനിധയ്ക്ക് 12 ലക്ഷം രൂപ വരുമാനമുണ്ട്. അതിൽ ആ 12 ലക്ഷത്തെ നമ്മൾ ഈ 4 ലക്ഷം രൂപ മുതലുള്ളവരെ എല്ലാവരും നികുതി റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ശ്രീനിധയുടെ 12 ലക്ഷത്തിൽ ആദ്യത്തെ 4 ലക്ഷത്തിന് നികുതിയില്ല, 0. അത് കഴിഞ്ഞ് 4 മുതൽ 8 ലക്ഷം വരെ 5% നികുതി, അതവർ കാൽക്കുലേറ്റ് ചെയ്യും. അതിനുശേഷം 8 മുതൽ 12 ലക്ഷം വരെ 10% നികുതി, അതും കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു 60,000 രൂപ വരും. പക്ഷേ ഇവിടെ 87A റിബേറ്റ് ബാധകമായതുകൊണ്ട് തന്നെ ആ 60,000 രൂപ റിബേറ്റിൽ പോയി നമുക്ക് 12 ലക്ഷം രൂപയ്ക്ക്, അതായത് നെറ്റ് ഇഫക്റ്റ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. അപ്പോൾ 4 ലക്ഷത്തിന് മുകളിലുള്ള എല്ലാ വ്യക്തികളെയും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടെ ഇതിന് പിന്നിലുണ്ട്.